ലോകമഹായുദ്ധം മതവാങ്കയൊക്കെ പറയുന്ന പോലെ 2026 ലോകമഹായുദ്ധങ്ങളുടെ വർഷമാവുമോ എന്ന ആശങ്ക ഈ ജനുവരി മാസം ആദ്യം തന്നെ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ കോറിയിടുന്ന ചിലരുണ്ട്. അത് പൂർണ്ണമായ അസ്ഥാനത്തല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഇവിടെ ഒരു വിനാശം വിളിച്ചു വരുത്തുന്ന ഒരു നടപടിയല്ലേ ഇത്? അങ്ങനെയെങ്കിൽ ഇറാനിൽ ആക്ച്വൽ അമേരിക്കൻ ഇടപെടൽ, ഏറിയൽ യുദ്ധമാണെങ്കിൽ ശരി, കാര്യമായ പ്രശ്നങ്ങളില്ലായിരിക്കും. ഏറിയൽ യുദ്ധമാണ്, അവിടെ കുറെ ബോംബാർഡ്മെന്റ് ഉണ്ട്, ഇറാൻ ന്യൂക്ലിയർ ഫെസിലിറ്റി കുറച്ചുകൂടി നശിപ്പിച്ചു, മിസൈൽ സങ്കേതങ്ങൾ നശിപ്പിക്കുന്നു. ഓക്കെ, ഒരുപക്ഷെ റഷ്യ ഇടപെടില്ല, ചൈന ഇടപെടില്ല. പക്ഷെ ഒരു ഭരണമാറ്റം, അമേരിക്കയുടെ ആക്റ്റീവ് ഫിസിക്കൽ പ്രസൻസോടുകൂടി അമേരിക്കൻ സൈന്യം ഇറാനിൽ പ്രവേശിച്ചാൽ അയൽ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് റഷ്യയും ചൈനയും കയ്യും കെട്ടി നോക്കിയിരിക്കുമോ? അത് ഹിറ്റ്ലർ അയൽ രാജ്യങ്ങളിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് മുൻപുള്ള കാലങ്ങളിൽ ജർമ്മൻ ഏകാധിപതി, നാസി ഭരണാധികാരി ഫ്യൂറർ അല്ലെങ്കിൽ തേർഡ് റീജിയന്റെ ചുമതലക്കാരൻ അഡോൾഫ് ഹിറ്റ്ലർ ചെയ്തപ്പോൾ, പലപ്പോഴും അധിനിവേശം നടത്തിയപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ പറഞ്ഞു, ഇത് ഞങ്ങളുടെ പ്രദേശങ്ങളല്ലോ, ഞങ്ങൾ നിഷ്പക്ഷത പാലിക്കുന്നു, ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ മൈൻഡ് ചെയ്യാതിരുന്നതിന്റെ ഫലമാണ് ആത്യന്തികമായി രണ്ടാം ലോകമഹായുദ്ധം സംഭവിച്ചത്. അങ്ങനെ സംഭവിക്കാൻ റഷ്യയും ചൈനയും അനുമതി കൊടുക്കുമോ? അതോ അവർ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായും എസ്കലേഷൻ മോഡിലേക്ക് പോകില്ലേ? പ്രത്യേകിച്ച് ഒരു റഷ്യൻ പതാക ഏന്തിയ വെനിസ്വേലൻ എണ്ണ കപ്പലുകൾ 2 ദിവസം മുൻപ് അമേരിക്ക ഐസ്ലൻഡിന്റെ കോസ്റ്റിൽ വെച്ച് പിടിച്ചെടുത്തതായി വാർത്തകൾ വന്നല്ലോ. അപ്പൊ അമേരിക്ക നേരിട്ടുള്ള റഷ്യൻ ചിഹ്നങ്ങളെ അല്ലെങ്കിൽ റഷ്യൻ സ്വാധീന മേഖലകളെ പോലും ആക്രമിക്കാൻ മടിക്കില്ല എന്ന സൂചനയാണ് നൽകുന്നത്. അപ്പം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇതുവരെ ഉണ്ടായിരുന്ന ഒരു റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ പഴങ്കഥയായി എന്ന് അമേരിക്ക ലോകത്തോടായി പറയുന്നതിന് തുല്യമാണ് ഇപ്പോൾ കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ റഷ്യയും ചൈനയും മാറി ചിന്തിച്ചാൽ ആത്യന്തികമായി ഇന്ത്യ എവിടെ നിൽക്കും? ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഭാരതം സ്ഥിതിഗതികൾ പഠിക്കുകയാണ്. ഇപ്പോൾ വ്യാപാര ചർച്ചകളുടെ ഒരു ആലസ്യത്തിലാണ്. ഏത് ഘട്ടത്തിൽ അമേരിക്കയുമായി സന്ധി ചെയ്ത് വ്യാപാര ചർച്ചയൊക്കെ നടത്തി ഇന്ത്യക്ക് പരമാവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ചർച്ചകൾ കൂടി ചെയ്യണം. ട്രംപ് മോദിയെ വിളിച്ചോ, മോദി ട്രംപിനെ വിളിച്ചോ എന്ന രീതിയിലുള്ള ഈ ചില ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. മോദി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ താൻ അങ്ങ് ഒപ്പിട്ടേനേം എന്ന് ട്രംപ് പറഞ്ഞു എന്ന രീതിയിൽ അവരുടെ വാണിജ്യ സെക്രട്ടറി പറയുന്നു. ഇതെല്ലാം തന്നെ കുറെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സമഗ്രമായ ഒരു വ്യാപാര കരാർ ഉണ്ടായേക്കാം, ഉണ്ടാകാതിരിക്കാം. പക്ഷേ ഇറാനിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ വരികയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു നിലപാടെടുക്കേണ്ടി വരും. അത് അമേരിക്ക അനുകൂല നിലപാടാണോ എടുക്കുന്നത്, വ്യത്യസ്തമായ ഒരു നിലപാടിലേക്ക് നീങ്ങേണ്ടി വരുമോ എന്നത് ഇപ്പോൾ കൃത്യമായ ഒരു സൂചനയില്ല. പക്ഷേ റഷ്യ ഒരു വലിയ ഘടകമാണ്. കാരണം ഇന്ത്യക്ക് എണ്ണ എത്തിക്കാനുള്ള ചുമതല റഷ്യക്കുണ്ട്. ഇന്ത്യക്ക് എണ്ണ ആവശ്യമുണ്ട്, ക്രൂഡ് ഓയിൽ ആവശ്യമുണ്ട്. ഒന്നുകിൽ അമേരിക്ക വെനിസ്വേലയിൽ നിന്നും റൂട്ട് ചെയ്യുന്ന ക്രൂഡ് ഓയിൽ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള, അതാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പൊതുവെ ഉണ്ടാകുന്ന ഒരു നിഗമനം. വെനിസ്വേലയിൽ വലിയ എണ്ണ സമ്പത്ത് അമേരിക്കൻ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി അമേരിക്കൻ ഓയിൽ കമ്പനികൾക്ക് അത് ഡ്രിൽ ചെയ്തെടുക്കാൻ കഴിയും. അത് സമ്പുഷ്ടീകരിക്കാൻ ഇന്ത്യക്ക് കഴിയും. റിലയൻസ് പെട്രോളിയം ഉൾപ്പെടെയുള്ള വൻപൻ എണ്ണ ശുദ്ധീകരണ സംവിധാനങ്ങൾ ഇന്ത്യക്കുണ്ട്. ഇന്ത്യ അത് കാത്തിരിക്കുകയാണോ? അതോ ആ ബന്ധം, കുറെ കാലം ഉണ്ടായിരുന്ന അമേരിക്ക ബന്ധം കുറച്ചുകൂടെ ഒന്ന് പതുക്കെയാക്കിക്കൊണ്ട് പുതിയ എമർജിംഗ് ലോകക്രമത്തിന് വേണ്ടി ബ്രിക്സിന് വേണ്ടി നിൽക്കാനാവുമോ? ഇപ്പോൾ ബ്രിക്സിൽ അംഗമാണ് ഇന്ത്യ, പക്ഷെ ബ്രിക്സ് ബാങ്കിലും അംഗമാണ്. പക്ഷെ ബ്രിക്സ് സമ്പദ് വ്യവസ്ഥകൾ കുറച്ചുകൂടി ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ കഴിയുമോ? അവിടെയാണ് ചൈന ഫാക്ടർ വരുന്നത്. ഇന്ത്യക്ക് ഏറെ ആലോചിക്കാനുണ്ട്. ചൈന എന്ന പൊതുശത്രു, എക്കാലത്തെയും ശത്രു, എക്കാലത്തും ഇന്ത്യക്ക് ഭീഷണി ഉയർത്തിയിരുന്ന ചൈന ഉൾപ്പെടുന്ന ഒരു സാമ്പത്തിക സഖ്യത്തിലേക്ക് ഇന്ത്യ തലവെച്ചു കൊടുത്താൽ എന്തായിരിക്കും ആത്യന്തിക ഫലം? വലിയ രീതിയിലുള്ള ചിന്തകൾ ഇന്ത്യയിൽ നടക്കുന്നു. ഇപ്പോൾ ഇത് സാമാന്യ ജനം ആകെ അമ്പരപ്പിലാണ്. ഇത് എങ്ങനെയാണ് ഉന്നത തലത്തിൽ നടക്കുന്ന ചർച്ചകളുടെ ഒരു ഇതിവൃത്തം? അത് വളരെ ദുരൂഹമാണ്. അതുകൊണ്ട് ഇന്ത്യ ഈസ് പ്ലേയിങ് എ വെയിറ്റിംഗ് ഗെയിം. ഒരു അക്ഷരം വെനിസ്വേലയുടെ കാര്യത്തിൽ ഇന്ത്യ പറഞ്ഞത് ഓർക്കൂ. വെനിസ്വേലയുടെ ജനങ്ങളോട് ഞങ്ങൾ ഐക്യദാർഢ്യം പുലർത്തുന്നു. പക്ഷെ മഡൂറോയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, അല്ലെ? അമേരിക്കയുടെ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിട്ടുമില്ല. അപ്പോൾ വളരെ വെയിറ്റിംഗ് ഗെയിമാണ്. ഇന്ത്യ ഈസ് പ്ലേയിങ് കാർഡ്സ് വെരി ക്ലോസ് ടു ദ ചെസ്റ്റ് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ചൈനയും റഷ്യയും ഇടപെടാനുള്ള സാധ്യതയുണ്ട്. ഏത് രൂപത്തിൽ ആണ് ഇടപെടുന്നത്? പ്രസ്താവനകളിലൂടെ മാത്രമുള്ള ഇടപെടലാണോ? UN സെക്യൂരിറ്റി കൗൺസിലെ വീറ്റോ മാത്രമാകുമോ? അതോ സൈനികരെ എത്തിച്ചുകൊണ്ട് അമേരിക്കയുടെ ഒരു ഭൗതികമായ കടന്നുകയറ്റത്തെ ചെറുക്കാൻ ശ്രമിക്കുമോ? അതോ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഇതങ്ങ് കെട്ടണയുമോ? ഒരുപക്ഷെ
കുറച്ചുകൂടി സ്വീകാര്യമാകുന്ന രീതിയിൽ ഇറാന്റെ ഭരണകൂടം മാറുകയും അവിടെ ഷാ പഹലവി രണ്ടാമന്റെ മകൻ റിസ പഹലവിക്ക് വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി ജനങ്ങൾക്ക് ജനാഭിമുഖമായി നിൽക്കുന്ന ഒരു ഭരണകൂട മാറ്റം, ഒരുപക്ഷെ ഇറാനിൽ ഒരു മാറ്റം സംഭവിക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ട് നിശ്ചയമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഘടന പൂർണ്ണമായി അട്ടിമറിക്കപ്പെടുമോ, അത് വയാ മീഡിയ വരുമോ, അയത്തുള്ള അലി ഖൊമൈനിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് സാധ്യമാകുമോ? അമേരിക്കയുടെ അഭിപ്രായത്തിൽ അത് സാധ്യമാവില്ല. അയത്തുള്ള അലി ഖൊമൈനി രാജിവെച്ചൊഴിയണം, അല്ലെങ്കിൽ ആ സ്ഥാനം ഇറാന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥാനത്തു നിന്ന് മാറണം. അയത്തുള്ള എന്ന സ്ഥാനം ഒരുപക്ഷെ നിലനിർത്തിക്കോട്ടെ, അത് റിലീജിയസ് ഒരു പദവിയാണ്. പക്ഷേ ഭരണപരമായ കാര്യങ്ങളിൽ മതനേതൃത്വത്തിന്റെ ഇടപെടൽ ഇല്ലാത്ത ഒരു സംവിധാനത്തിലേക്കാണോ വരുന്നത്? ദ ലാസ്റ്റ് വേർഡ് ഫ്രം മൈ പാർട്ട്. അങ്ങനെ ഒരു മോഹം അമേരിക്കക്ക് ഉണ്ടാവാം. പക്ഷേ അവസാന നിമിഷം അമേരിക്ക ഒരു റൈഡറും കൂടെ വെക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇറാനെ ശത്രുപക്ഷത്ത് നിർത്തേണ്ടത് അമേരിക്കയുടെ ആഗ്രഹമാണ്, ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? മധ്യപൗരസ്ത്യ പ്രദേശത്ത് അമേരിക്കയുടെ ആയുധങ്ങൾ വിറ്റഴിക്കണമെങ്കിൽ ഇസ്രയേലിനെ മാത്രം കാണിച്ചുകൊണ്ട് പറ്റില്ല. ഇറാനെ കൂടെ കാണിച്ച് ഒരു വിപത്താണ് ഇറാൻ, ഒരു സൈനിക ശക്തിയാണ് ഇറാൻ. അതുകൊണ്ട് അമേരിക്കയുടെ സേനാതാവളങ്ങൾ മധ്യപൗരസ്ത്യ പ്രദേശത്ത് എല്ലാം ഉണ്ടാകണം എന്ന ബിസിനസ്, മിലിറ്ററി, ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെ ആഗ്രഹവും അവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ വളയ്ക്കുകയേ ചെയ്യൂ അമേരിക്ക. ഇറാന്റെ കാര്യത്തിൽ ഓടിക്കാൻ സാധ്യതയില്ല എന്നും നിഗമനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ ഇരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ചിത്രമാണ്. നമുക്കറിയില്ല നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന്. റഷ്യയും ചൈനയും അമേരിക്കൻ ഇടപെടലുണ്ടായാൽ റഷ്യയും ചൈനയും രംഗത്ത് വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അമേരിക്ക വളയ്ക്കുകയേ ചെയ്യൂ എങ്കിൽ ഒരുപക്ഷെ റഷ്യയും ചൈനയും സ്റ്റേറ്റസ് കോ തുടരട്ടെ എന്ന ഒരു ചിന്ത അഡോപ്റ്റ് ചെയ്യാനാണ് സാധ്യത. എന്നിരുന്നാലും ഇനിയുള്ള ഏതാനും ദിവസങ്ങളിലെങ്കിലും ചൈനയിലേക്കും റഷ്യയിലേക്കും ഇറാനിലേക്കും തന്നെയാവും ലോകത്തിന്റെ കണ്ണുകൾ.